ശ്രീമതി ഖമറുന്നിസ അൻവർ, താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംഭാവന നൽകി എന്നുള്ളതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ആവശ്യമാണ്. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. ബിജെപിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ എന്ന് ചോദിച്ചപ്പോൾ സംഖ്യ എൻ്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർ സമ്മതം കൊടുത്തത്. വൈകുന്നേരം ഇവർ വന്നു. ഇവരുടെ പാർട്ടി പ്രവർത്തകർ ബിജെപിന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാരാണ് തോന്നുന്നുണ്ട്, പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അങ്ങനെയുള്ള കുറച്ച് പേര് വന്നു. അവര് എൻ്റെ അടുത്ത് കവറിൽ ഇട്ട പൈസ വാങ്ങി അതിന് റെസീറ്റും തന്നു. അത് ഫോട്ടോ എടുത്തു. ഇവര് ഫോട്ടോക്കാര് വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ വന്നു എന്നോട് ചോദിച്ചു ബിജെപിനെ പറ്റി എന്താ അഭിപ്രായം, ഇതാണ് സംഭവം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു ബിജെപി ഇന്ന് കേരളത്തിലും പുറത്തും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മക്കും ഇവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശ്രീമതി ഖമറുന്നിസ അൻവർ, താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അതിലൊരു കാര്യത്തിൽ അവ്യക്തതയുണ്ട്. കാരണം താങ്കൾ വെറുമൊരു സാമൂഹിക പ്രവർത്തക മാത്രമല്ല, വനിതാ ലീഗിന്റെ അധ്യക്ഷ കൂടിയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ വൈരുദ്ധ്യങ്ങളുണ്ട്. ബിജെപിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും കൃത്യമായ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ട്, ആശയപരമായും അല്ലാതെയും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ രണ്ടാമതൊരു വട്ടം കൂടി ആലോചിക്കേണ്ടതായിരുന്നില്ലേ? ശരി, ഞാൻ അങ്ങനെ രാഷ്ട്രീയ ബേസിൽ കൂടിയല്ല, പക്ഷെ എന്നാലും എന്റെ പാർട്ടിയോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പാർട്ടി, ഏത് പാർട്ടി ആയാലും നമ്മുടെ വീട്ടിൽ വന്ന് സംഭാവന ചോദിക്കുന്നത് തെറ്റല്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം പാർട്ടി തെറ്റില്ല കൊടുത്തോളാൻ പറഞ്ഞ. അങ്ങനെ എൻ്റെ ഒരു ചെറിയ സംഖ്യ ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. വേറെ ഉദ്ഘാടനം ഉണ്ടായിട്ടില്ല, ഒരു പരിപാടി ഉണ്ടായിട്ടില്ല, മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് എന്റെ സത്യം. പക്ഷേ ഇപ്പോൾ പാർട്ടി തലത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്തകൾ സംബന്ധിച്ച് അത്ര സുഖകരമല്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. താങ്കൾ മനഃപൂർവ്വം ബിജെപിക്ക് ആശംസ പറയുന്നു. ബിജെപി കേരളത്തിലും ദേശീയ തലത്തിലും വളരുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിൽ താങ്കൾ പറഞ്ഞതായി വരുന്ന വാക്കുകൾ ഗൗരവത്തോടു കൂടിയാണ് ലീഗ് നേതൃത്വം എടുക്കുന്നത്. ഞാൻ ലീഗ് നേതൃത്വത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ സംഭാവന കൊടുത്തത്. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഒരു ഉദ്ഘാടനം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കെട്ടിയുണ്ടാക്കിയ കഥകളാണ്. ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം നേതൃത്വത്തിൽ ആരെങ്കിലും താങ്കളുമായി സംസാരിക്കുകയോ താങ്കളോട് വിശദീകരണം ചോദിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറുപടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ വനിതാ ലീഗ് അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ചെയ്തത് ശരിയായില്ല എന്നുള്ള തരത്തിലാണ് ലീഗിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ലീഗ് നേതൃത്വത്തോട് ആലോചിച്ചിട്ടാണെങ്കിൽ അതിന് മറുവശം കൂടിയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അത് താങ്കളോട് ഇതിനോടകം ചർച്ച ചെയ്തോ? മറുപടി കൊടുത്തോളാം. എനിക്ക് ഫേസ്ബുക്കും അതൊന്നും ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. ഇനിയിപ്പം വേണ്ടി വന്നെങ്കിൽ അത് മറുപടി കൊടുക്കും, പറയാം. ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം താങ്കൾ പറഞ്ഞതായിട്ട് കേട്ട വാക്കുകൾ താങ്കൾ ഒരു മാധ്യമത്തിനോട് സംസാരിച്ച വാക്കുകളാണോ, അതല്ല അവിടെ നടന്ന താങ്കൾ പറയുന്നു സംഭാവന നൽകി എന്ന് പറയുന്നുണ്ട്, ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണോ അത്? എന്ത് താങ്കൾ ഇപ്പോൾ ബിജെപിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ച കാര്യം, അത് താങ്കൾ അവിടെ നിന്ന് സംഭാവന നൽകിയ സമയത്ത് സംസാരിച്ച വാക്കുകളാണോ? സംഭാവന നൽകി കഴിഞ്ഞ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞപ്പോഴേക്കും ഇവര് വന്നു, ചാനൽ ഇത് നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു ബിജെപിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു. ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു, 2 വാക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പ്രവർത്തകർ കേട്ടപ്പോ പറഞ്ഞു ഇതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർ പറഞ്ഞത്.